നമസ്കാരം. ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന ലോകത്തിലെ സൂപ്പർ ഹിറ്റ് പ്രീമിയം ഹാച്ച്ബാക്ക് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉള്ളത്. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും ജനപ്രിയത നേടിയ ഒരു വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. 2005 വാഹന ലോകത്തേക്ക് എത്തിയ സ്വിഫ്റ്റിന്റെ 4ാം ജനറേഷന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉള്ളത്. ഇതൊരു നാഷണൽ മീഡിയ ഡ്രൈവ് ആണ്. വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2005 വാഹനം എത്തിയ ശേഷം 2011 2ാം ജനറേഷൻ സ്വിഫ്റ്റ് എത്തി. വീണ്ടും 2018 3ാം ജനറേഷൻ സ്വിഫ്റ്റ് എത്തി. 2024 അവതരിപ്പിച്ചിരിക്കുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുത്തൻ എഞ്ചിനിൽ വാഹനം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 5 വേരിയന്റുകളിലാണ് ഈ വാഹനം എത്തുന്നത്. ഇതിന്റെ വില തുടങ്ങുന്നത് 6,49,000 രൂപ മുതൽ 9,65,000 രൂപ വരെയാണ്. ലോക വിപണിയിൽ ഇതുവരെ 6.5 മില്യൺ മാരുതി സ്വിഫ്റ്റുകളാണ് വാഹന നിർമ്മാതാക്കൾക്ക് വിൽക്കാൻ കഴിഞ്ഞത്. അതിൽ 3 മില്യൺ വാഹനങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് അവർ വിറ്റിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. 1,500 കോടി രൂപയാണ് ഈ പുത്തൻ വാഹനം പുത്തൻ എഞ്ചിനിൽ അവതരിപ്പിക്കാൻ അവർ മുടക്കിയിരിക്കുന്നത്. മാരുതി സുസുക്കി അവരുടെ പ്രീമിയം ഹാച്ച്ബാക്ക് ആയിട്ടുള്ള സ്വിഫ്റ്റ് ഇതുവരെ കൊണ്ടുവന്നിരുന്നത് 4 സിലിണ്ടർ എഞ്ചിനിലാണ്. പുത്തൻ സ്വിഫ്റ്റ് എത്തുന്നത് 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനിലാണ്. അപ്പോൾ വാഹന നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യം, 3 സിലിണ്ടറിലേക്ക് വാഹനം മാറ്റിയപ്പോൾ അതിൻ്റെ തെർമൽ ലോസ് കുറയുകയും അതുപോലെ തന്നെ ഫ്രിക്ഷൻ കുറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വാഹനത്തിന് കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി. 2024 സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ Z സീരീസ് എഞ്ചിനാണ്. മികച്ച പെർഫോമൻസും ഇന്ധനക്ഷമതയും നൽകുന്നതാണ് ഈ എഞ്ചിൻ എന്ന് വാഹന നിർമ്മാതാക്കൾ പറയുന്നു. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന ഇന്ധനക്ഷമത നൽകുന്ന വാഹനം കൂടിയാണ്. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഡ് ടോർക്കിൽ മികച്ച പെർഫോമർ ആകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നഗരയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ വാഹനം. 4300 RPM-ൽ 111.7 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80.5 HP ആണ്. മാരുതി സുസുക്കിയുടെ ആരാധകർ അല്ലെങ്കിൽ അതിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് അതിന്റെ ഇന്ധനക്ഷമത. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും പുത്തൻ മാരുതി സ്വിഫ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നതും. സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന ഇന്ധനക്ഷമതയാണ് ഈ വാഹനത്തിനെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പം ഇതിലെ മാനുവൽ ട്രാൻസ്മിഷന്റെ ഇന്ധനക്ഷമത 24.5 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ ഇന്ധനക്ഷമത എന്ന് പറഞ്ഞാൽ 25.75 കിലോമീറ്റർ ആണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. സ്റ്റാൻഡേർഡായി 5 വേരിയന്റുകളിലും 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്. ABS വിത്ത് EBD വന്നിട്ടുണ്ട്. പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വിത്ത് ക്യാമറ. 9 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ തന്നെയും പുത്തൻ സ്വിഫ്റ്റിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ശരിക്കും ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്, പുത്തൻ സ്വിഫ്റ്റിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് അറിയില്ല. എന്തായാലും കൂടുതൽ മികച്ച സേഫ്റ്റി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ പ്രശസ്തമായിട്ടുള്ള ഹെർടെക് പ്ലാറ്റ്ഫോമിലാണ് വാഹനം വന്നിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു നിർമ്മാതാക്കൾ. പുത്തൻ എഞ്ചിനിൽ പുത്തൻ ഡിസൈനിൽ 2024 മാരുതി സ്വിഫ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ ഡയമെൻഷനിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ നീളം 15 mm കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പൊക്കം 30 mm കൂടിയിട്ടുണ്ട്. 40 mm വീതി കുറവാണ് പുത്തൻ സ്വിഫ്റ്റിന്. ശരിക്കും കുറച്ചും കൂടി നീളം കൂടിയ, കുറച്ചൊന്ന് ഒതുങ്ങിയ ഒരു സ്വിഫ്റ്റാണ് നമുക്ക് പുതുതായിട്ട് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ വീൽ ബേസിൽ കാര്യമായിട്ട് മാറ്റം വന്നിട്ടില്ല. പഴയ വീൽ ബേസ് തന്നെയാണ്. 2450 mm വീൽ ബേസ് ആണ്
പുത്തൻ സ്വിഫ്റ്റിനുള്ളത്. 6 നിറങ്ങളിൽ എത്തുന്ന പുത്തൻ സ്വിഫ്റ്റിന്റെ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന നിറങ്ങളാണ് ഓറഞ്ചും ബ്ലൂവും. അതുപോലെ തന്നെ 3 ഡ്യുവൽ ടോൺ ഓപ്ഷനും വാഹനത്തിനുണ്ട്. ഇതിൽ ബ്ലൂവിന് വൈറ്റ് ടോപ്പ് വരുന്ന ആ ഒരു വാഹനമൊക്കെ ഒരുപാട് ആകർഷണീയത ഉള്ളതാണ്. 2024 പുത്തൻ സ്വിഫ്റ്റിന് കാര്യമായിട്ടുള്ള രൂപമാറ്റം വന്നിട്ടുണ്ട്. വാഹനം കുറച്ചുകൂടി സ്ലിമ്മായി എന്ന് പറയാം. നേരത്തെയുള്ള സ്വിഫ്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി തടിച്ചുരുണ്ട ഒരു രൂപമായിരുന്നു. അപ്പം അതിൻ്റെ ഡൈമെൻഷനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോണറ്റിലും അതുപോലെ തന്നെ ബമ്പറിലും ഒക്കെ തന്നെയാണ്. വളരെ നന്നായിട്ടുള്ള ഒരു രൂപമാറ്റം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ശരിക്കും ഇതിൻ്റെ ബോണറ്റ് നല്ല ഉയർന്ന രീതിയിലാണ് പുത്തൻ സ്വിഫ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്പോർട്ടി ബ്ലാക്ക് ഗ്രില്ലാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഒരു ക്രോസ് മെഷിന്റെ രൂപത്തിലുള്ള ഒരു ഗ്രില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ മാറിയിട്ടുണ്ട്. അപ്പം പിന്നീട് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത LED ഹെഡ്ലൈറ്റ് ആണ്. ഇത് ശരിക്കും ഒരു സ്മോക്കി ബ്ലാക്കിലാണ് ഈ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബൂമറാങ് സ്റ്റൈലിലുള്ള DRലും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ശരിക്കും ആകർഷണീയത തോന്നുന്ന ഒന്ന് തന്നെയാണ്. പുത്തൻ സ്വിഫ്റ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോഗോ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഗ്രില്ലിൻ്റെ മധ്യത്തിലായിട്ടായിരുന്നു മാരുതി സുസുക്കി ലോഗോ വന്നിരുന്നത്. പുത്തൻ ഗ്രില്ല് വന്നു. ബമ്പറിലായിട്ട് തന്നെയാണ് ലോഗോ എങ്കിൽ പോലും ഇവിടെ സ്വതന്ത്രമായിട്ടാണ് ഈ ലോഗോ പുത്തൻ സ്വിഫ്റ്റിൽ കാണാൻ പറ്റുന്നത്. 15 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീലാണ് പുത്തൻ സ്വിഫ്റ്റിന് നൽകിയിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ വീണ്ടും എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഫോൾഡിംഗ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള ORVM ആണ്. ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സി പില്ലറും അപ്പർ പോർഷനും ഈ ഓട്ടോ ഫോൾഡ് ആയിട്ടുള്ള ORVM ഒക്കെ തന്നെയും കറുത്ത നിറങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പുത്തൻ സ്വിഫ്റ്റിൽ കീലെസ് എൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് കീ ഒക്കെ തന്നെയാണ് പുതിയ സ്വിഫ്റ്റിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ്. 265 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. ഈ ഒരു ഹാച്ച് ബാക്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റും വാഹന നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. 2024 സ്വിഫ്റ്റിന്റെ പിൻഭാഗം കാര്യമായി തന്നെ മാറിയിട്ടുണ്ട്. റീഡിസൈൻഡ് ടെയിൽ ഗേറ്റ് ആണ് വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ റീഡിസൈൻഡ് ബമ്പറാണ് വാഹനത്തിനുള്ളത്. പിന്നീട് പറയാനുള്ളത് സി ഷേപ്ഡ് ടെയിൽ ലാമ്പാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി 2024 സ്വിഫ്റ്റ് പുതിയതായിട്ടുണ്ട് എന്ന് പറയാം. എഞ്ചിനിൽ മാറ്റം കൊണ്ടുവന്നു, രൂപഭംഗിയിൽ മാറ്റം കൊണ്ടുവന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു പ്രീമിയം ഹാച്ച് ബാക്കായി തീർച്ചയായിട്ടും വാഹനത്തെ നമുക്ക് പരിഗണിക്കാം. സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഡോർ പാനൽസിന്റെ കാര്യമാണെങ്കിൽ മൊത്തത്തിൽ ഓൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പോളിഷ്ഡ് അലൂമിനിയത്തിന്റെ ഒരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. ഹാൻഡിൽസ് ക്രോമിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ലോവർ പോർഷൻ മൊത്തത്തിൽ ബ്ലാക്ക് ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പർ പോർഷൻ ഗ്രേയിലും വന്നിരിക്കുന്നു. അപ്പം സ്റ്റിയറിംഗ് വീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുത്തൻ ഡീകട്ട് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം തന്നെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് ലെതറുമുണ്ട്. അതുപോലെ തന്നെ മാൻമെയ്ഡ് മെറ്റീരിയൽസും നൽകിയിട്ടുണ്ട്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് നൽകിയിരിക്കുന്നത്. ലേയേർഡ് ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് കാണുന്നത്. പോളിഷ്ഡ് അലൂമിനിയത്തിന്റെ ഒരു സ്ട്രിപ്പ് ഇവിടെയായിട്ട് കാണുന്നുണ്ട്. ക്രോം എലിമെന്റ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡോർ ഹാൻഡിൽസിൽ ക്രോം എലിമെന്റ് ഉണ്ട്. മാരുതി സുസുക്കി ലോഗോയിൽ ക്രോം എലിമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിലും ക്രോം എലിമെന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും പോളിഷ്ഡ് അലൂമിനിയം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ ആകർഷണീയതയായി നമുക്ക് എടുത്തു പറയാവുന്നത് ഫ്ലോട്ടിംഗ് ഡിസൈനിലുള്ള 9 ഇഞ്ച് വലിപ്പത്തിലുള്ള പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. സ്മാർട്ട് പ്ലേ
പ്രോ എന്ന് പറയുന്ന ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം തന്നെയുണ്ട്. നാവിഗേഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. വാഹനത്തിലേക്ക് ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്, വോയിസ് അസിസ്റ്റ് കൺട്രോൾ ഇതിനകത്തേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മൾട്ടി കളേർഡ് ആണ്, നല്ല ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വാഹനത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതിനകത്തേക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുത്തൻ സ്വിഫ്റ്റിലേക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. ഒരുപാട് ചാർജിങ് പോർട്ടുകൾ ഇതിനകത്തേക്ക് നൽകിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള ഈ വാഹനത്തിന്റെ ഗിയർ നോബ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്രോം എലിമെന്റ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് മാരുതി സുസുക്കിയുടെ സ്വന്തം ആപ്പായിട്ടുള്ള സുസുക്കി കണക്ട് ആപ്പ് നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാണ്. അതായത് ഇപ്പോൾ അത്യാവശ്യം ഒരു വാഹനത്തിലേക്ക് വേണ്ട പുതിയ കാലത്തിനനുസരിച്ചിട്ട് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാരുതി സുസുക്കിയുടെ പുത്തൻ സ്വിഫ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. അതായത് ശരിക്കും വെൽ പാക്ഡ് ആണ്. ഈ ഒരു വിലയ്ക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെയും ഈ വാഹനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. പുത്തൻ സ്വിഫ്റ്റിന്റെ പിന്നിര നന്നായി ഇഷ്ടമായി. ഇതിന്റെ വീൽ ബേസിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. 2450 mm തന്നെയാണ് 4ാം ജനറേഷനിലെ സ്വിഫ്റ്റിലും വന്നിരിക്കുന്നത്. പിന്നിരയിൽ ശരിക്കും 3 പേർക്ക് സുഖമായി തന്നെ ഇരിക്കാം. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളെ കൊടുത്തിട്ടുള്ളൂ. പുതിയതായി വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ AC വന്നിട്ടുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ USB ടൈപ്പ് C ചാർജിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഫോൺ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതൊക്കെ നല്ല കാര്യങ്ങളായി തന്നെ പറയുന്നു. കോ ഡ്രൈവറുടെ സീറ്റിന്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റോറേജ് പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ വിൻഡോയിലും മാറ്റമുണ്ട്. ഇവിടെ ബോട്ടിൽ വെർട്ടിക്കലായിട്ട് തന്നെ വെക്കണം. ഡോർ പാനൽസും എല്ലാം തന്നെയും ബ്ലാക്ക് ആൻഡ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക്, അവരിപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്നത് പ്രീമിയം ഹാച്ച് ബാക്ക് എന്നാണ്. എന്നാൽ പോലും ഈ വിലയിൽ കിട്ടുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വെൽ പാക്ഡ് ആണ് പുത്തൻ മാരുതി സ്വിഫ്റ്റ് എന്ന് പറയാം. നാഷണൽ മീഡിയ ഡ്രൈവിന്റെ ഭാഗമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാഹനം 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. AMD പതിപ്പിലേക്ക് പാഡിൽ ഷിഫ്റ്റർ വന്നിട്ടില്ല. പുത്തൻ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇടുങ്ങിയ വഴികളിലൂടെ അല്ലെങ്കിൽ നഗരത്തിലൂടെ ഒക്കെ പോയപ്പോൾ വളരെ കുറഞ്ഞ സ്പീഡിൽ പോലും വാഹനം വളരെ സ്മൂത്താണ്, ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ എല്ലാവിധ ഓഡിയോ കൺട്രോൾസ് ആണെങ്കിലും കൺട്രോൾസ് ഉള്ള ഈ പുത്തൻ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ, ഡീക്കട്ട് സ്റ്റിയറിംഗ് വീൽ വളരെ ആപ്റ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റ്, അതും കംഫർട്ടബിളായി തോന്നി. പുത്തൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ അതിനകത്തേക്ക് മാരുതിയുടെ കണക്റ്റഡ് ആപ്പ് സിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നാവിഗേഷൻ ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇങ്ങനത്തെ എല്ലാവിധ സംവിധാനങ്ങളും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ആണിത്. അതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ശരിക്കും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ബാക്കി ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, ഇതിന്റെ റേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയും ഉണ്ട്. ഇന്റീരിയർ മൊത്തത്തിൽ ഇഷ്ടമായി എന്ന് തന്നെ പറയുന്നു. അതായത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന നിലയിൽ മാരുതി സുസുക്കി പൊസിഷൻ ചെയ്തിരിക്കുന്ന പുത്തൻ സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ ബ്ലാക്ക് ആൻഡ് ആക്കിയപ്പോൾ ഒരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്, വാഹനം നമ്മൾ റേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന RPMലേക്ക് പോകുമ്പോൾ എഞ്ചിൻ നോയ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഒക്കെ തന്നെയും നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അത് കുറച്ച് വിസിബിൾ ആണെന്ന് തന്നെ പറയാം. എന്നാൽ മികച്ച സസ്പെൻഷൻ ആണെന്ന് തന്നെ പറയുന്നു. നല്ല സീറ്റിംഗ് കംഫർട്ട് ഉണ്ട്. ശരിക്കും പഴയ ജനറേഷനിൽ സ്വിഫ്റ്റിനെ പോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെയാണ്
പറയുന്നത്. നമുക്കൊരു ആവറേജ് 20 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 70-80 കിലോമീറ്റേഴ്സ് ഒക്കെ മാത്രമേ ബാംഗ്ലൂരിലൂടെ ഇത് ഓടിക്കാൻ ഇന്ന് സാധിച്ചിട്ടുള്ളൂ. പിന്നെ 25.75 കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസിയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിനകത്തെ ഓഡിയോ സിസ്റ്റം ആണെങ്കിലും ആപ്റ്റാണ്. 2ാം നിര സീറ്റും കംഫർട്ടബിൾ ആണ്. തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, ഒക്കെ തന്നെയാണ്. അപ്പോൾ വെൽ റിച്ച് പാക്ഡ് ആണ് ഈ വാഹനം. ഇതിൻ്റെ ഒരു NVH ലെവലിൽ മാത്രം കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനങ്ങളിൽ നമ്മൾ പിന്നെ 10 ലക്ഷത്തിലൊക്കെ താഴെ വിലയുള്ള വാഹനങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്പീഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഗിയറിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ ജെർക്കിങ് ഈ വാഹനത്തിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. പുത്തൻ മാരുതി സ്വിഫ്റ്റ് ഇഷ്ടമായി എന്ന് തന്നെ പറയുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.